വർക്കലയിൽ മരക്കടമുക്കിൽ രഘുനാഥപുരം റോഡിൽ പുതിയതായി പ്രവർത്തനം ആരംഭിച്ച സോണി ചിക്കൻ ഷോപ്പ് എന്ന സ്ഥാപനം നാട്ടുകാരുടെ പ്രതിഷേധത്തെ തുടർന്ന് നഗരസഭാ അധികൃതരെത്തി പൂട്ടി സീൽ ചെയ്തു. ഈ സ്ഥാപനത്തെക്കുറിച്ച് നഗരസഭാ അധികൃതരെ നാട്ടുകാർ വിവരമറിയിക്കുകയും തുടർന്ന് അധികൃതർ സ്ഥലത്തെത്തി സ്റ്റോപ്പ് മെമ്മോ കൊടുക്കുകയും ചെയ്യുകയായിരുന്നു. എല്ലാ നിയമ സംവിധാനങ്ങളെയും കാറ്റിൽ പറത്തിക്കൊണ്ട് ഒരു മാനദണ്ഡങ്ങളും പാലിക്കാതെയാണ് ഈ സ്ഥാപനം ഇവിടെ പ്രവർത്തിക്കുന്നത് എന്നാണ് നാട്ടുകാരുടെ ആരോപണം ഉയരുന്നത്. ഈ സ്ഥാപനത്തിന്റെ തൊട്ടടുത്ത് നിരവധി വീടുകൾ മാത്രമല്ല വിദ്യാഭ്യാസ സ്ഥാപനവും ഉള്ള മേഖലയിലാണ് കോഴി അറവുശാലയിൽ നിന്നും വേസ്റ്റ് വെള്ളം ഒഴുക്കിവിടാനുള്ള മുനിസിപ്പാലിറ്റി ആക്ട് പ്രകാരം വേണ്ട ഒരു മാനദണ്ഡങ്ങളും ഇവിടെ പാലിച്ചിട്ടില്ല എന്നും പൊതുജനം പരാതിയിൽ പറയുന്നു. കാണാം വിശദമായ വാർത്ത. എന്ന് പറഞ്ഞ ഒരു സ്ഥാപനം ആണ് ഇപ്പൊ ഇത് നിലവിൽ ഇപ്പൊ ഇങ്ങനെ ഇന്നത്തെ ദിവസം ഇത് തുടങ്ങുന്നതിനും തൊട്ടു മുമ്പ് നമുക്ക് പല ഇവിടെ ആൾക്കാരെല്ലാരും എന്നെ വിളിച്ച് പറയുകയുണ്ടായി. അങ്ങനെ ഞാൻ മുനിസിപ്പാലിറ്റിയിൽ ഇത് അറിയിച്ചു. അങ്ങനെ പിന്നെ എഞ്ചിനീയർ സെക്ഷനിൽ നിന്ന് AE വന്നു ഇവിടെ നോക്കി. അപ്പൊ ഇതെല്ലാം കെട്ടിവെച്ചിരിക്കുന്നതുകൊണ്ട് ഇതൊക്കെ അനധികൃതമാണെന്ന് പറഞ്ഞു അവർക്ക് സ്റ്റോപ്പ് മെമ്മോയും കൊടുത്തു. എന്നിട്ടും അവര് അന്ന് തന്നെ ഒരു ഗുണ്ട സ്റ്റൈലായിരുന്നു. നമ്മളെ ഒരുപാട് മോശമായിട്ട് സംസാരിച്ച് ഉദ്യോഗസ്ഥരെയൊക്കെ ഒരു മോശമാക്കി, നിങ്ങളൊന്നും ഒരു പുല്ലും അല്ലെന്നുള്ള രീതിയിലുള്ള ഒരു ഗുണ്ട സ്റ്റൈലായിരുന്നു അന്ന് കാണിച്ചത്. അതിനുശേഷം പിന്നെ ഹെൽത്ത് ഡിപ്പാർട്ട്മെന്റിനെ അയച്ചു. അവരും വന്ന് നോക്കിയപ്പം ഇവിടെ തകർത്ത പരിപാടികൾ നടക്കുകയാണ്. പക്ഷെ അവർ വന്ന് നോക്കിയപ്പോൾ ഇത് പൂർണ്ണമായിട്ടൊന്നും കാണാത്തത് കൊണ്ട് അവർ തിരികെ പോകാനുണ്ടായി. പക്ഷെ ഞാൻ അവരടുത്ത് പറഞ്ഞു ഇത് ചിക്കൻ കട തന്നെയാണ് തുടങ്ങുന്നത്. പക്ഷെ അദ്ദേഹത്തിനെ വിളിച്ചപ്പോൾ അദ്ദേഹം എൻ്റെ അടുത്ത് പറഞ്ഞത് എറണാകുളത്തുള്ളൊരു പാർട്ടി കോഴിത്തീറ്റ ബിസിനസ് തുടങ്ങാൻ വേണ്ടിയിട്ടാണെന്നാണ് പറഞ്ഞത്. പലരിടത്തും പല രീതിയിലാണ് പറഞ്ഞത്. വർക്ക്ഷോപ്പ് തുടങ്ങാൻ വേണ്ടിയാണ് ഞങ്ങളിത് ചെയ്യുന്നതെന്നൊക്കെ പലതും പറഞ്ഞു. പക്ഷെ ഇന്നലെയാണ് ഇതിന്റെ പൂർണ്ണമായിട്ടും അദ്ദേഹത്തിന്റെ ധാർഷ്ട്യം എന്ന് വെച്ച് കഴിഞ്ഞാല് AE വന്ന് സ്റ്റോപ്പ് മെമ്മോ കൊടുത്തിട്ട് ആ കെട്ടിവെച്ചിരിക്കുന്ന സാധനത്തിൽ തന്നെ ഇലുമിനസ് ലൈറ്റ് ഇട്ട് കല്യാണ ആഘോഷം പോലെ ആഘോഷിച്ചാണ് അദ്ദേഹത്തിന്റെ ആ ഒരു ധാർഷ്ട്യം. എന്നത് ഞങ്ങള് ഒരു ഭരണ സംവിധാനത്തെ മുഴുവനും ഈ വർക്കല പോലീസിനെയും ഒന്നുമല്ല പുല്ലാണെന്ന് തെളിയിച്ചുകൊണ്ടാണ് ഇന്നലെ ഇവിടെ ഈ ആഡംബരമൊക്കെ കാണിച്ചത്. എന്നിട്ട് ഇന്ന് രാവിലെ നമ്മൾ ഇവിടെ വന്നപ്പോൾ ഈ നാട്ടിലുള്ള ആൾക്കാരെല്ലാം കൂടി അവരെന്നെ വിളിച്ചു, എന്നെ അറിയിച്ചു, ഞാനിവിടെ വരികയാണ് ചെയ്തത്. വന്നപ്പോഴും എന്നെ അവര് എന്തൊക്കെ വാക്കുകളുകൊണ്ട് അധിക്ഷേപിക്കാമോ അതെല്ലാം അദ്ദേഹം നടത്തി. അതിന്റെ ഓണർ പറയുന്നതെന്ന് വെച്ചാൽ നിന്റെ കാലും കൈയും വെട്ടിയെടുക്കുമെന്നാണ്. പിന്നെ എന്റെ വീഡിയോ ദൃശ്യങ്ങൾ പ്രചരിപ്പിച്ച് ഇവിടെ അങ്ങ് നാറ്റിക്കളയും. ഇങ്ങനെയുള്ള അനാവശ്യ സംസാരങ്ങളാണ് ഒരുപാട് അവർ നടത്തിയത്. മാത്രമല്ല ഈ സംവിധാനങ്ങളെ മുഴുവനും മുനിസിപ്പാലിറ്റിയിലുള്ള ഹെൽത്ത് വിഭാഗത്തെ വെല്ലുവിളിച്ചുകൊണ്ടാണ് അദ്ദേഹം ഇന്ന് ഇവിടെ ഈ ചിക്കൻ വെട്ടിക്കൊടുത്തത്. ഇവിടെ ഒന്നും ആരെയും ഒരു രീതിയിലും ഞങ്ങൾ അനുസരിക്കില്ല, അത് ഞങ്ങൾ ഇവിടെ നടപ്പിലാക്കും, നിങ്ങൾ ആരോ വന്നു എന്നുള്ള ആ ധാർഷ്ട്യമാണ് അദ്ദേഹം ഇവിടെ കാണിച്ചത്. എന്നിട്ടും പോലീസ് വന്നു ഇവിടെ അദ്ദേഹത്തിന്റെ അടുത്ത് മര്യാദയായിട്ട് സംസാരിക്കണമെന്ന് പറഞ്ഞു. ഇതൊക്കെ നടക്കുന്നെങ്കിലും അദ്ദേഹത്തിന്റെ പണി ചെയ്തുകൊണ്ടേയിരുന്നു. ഇപ്പൊ ഞങ്ങൾ എല്ലാവരും ഇവിടെ നിന്ന് പോകാതെ നിൽക്കുകയായിരുന്നു. ഇപ്പൊ ഏതാണ്ട് 10:44 ആയപ്പോ കുറച്ച് കോഴിയൊക്കെ കട്ട് ചെയ്ത് വിട്ടിട്ട് അവര് പോയി. പക്ഷെ ഹെൽത്ത് വിഭാഗം വന്നപ്പോഴേക്കും അവരിവിടെ ഇല്ല, അവര് പോയി കഴിഞ്ഞു. പക്ഷെ ഇനി ഇവര് പറയുന്ന രീതിയിൽ ഈ സ്റ്റോപ്പ് മെമ്മോ കൊടുത്തത് അവർ പൊളിക്കാതിരിക്കുകയോ അല്ലെങ്കിൽ ഇവിടെ ഇനി ഈ കോഴിക്കട ഇവിടെ വെച്ച് നടത്തും. കാരണം അവർക്ക് ലൈസൻസ് ഇല്ല, പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് ഇല്ല. ഈ ചെറിയ ഒരു വ്യത്യാസത്തിലാണ് ഈ വീട് നിൽക്കുന്നത്. പിന്നെ എങ്ങനെയാണ് അവർക്ക് പൊല്യൂഷൻ സർട്ടിഫിക്കറ്റ് കിട്ടുന്നത്? അത് കിട്ടാതെ എങ്ങനെയാണ് ഇവർക്ക് ലൈസൻസ് കിട്ടുക? ഇവർ ലൈസൻസ് ഉണ്ട്, അതുകൊണ്ട് ഇതുണ്ട്. ഇവർ എവിടെ നടത്തിയിട്ടുണ്ടോ അവിടെ എല്ലാ ആളുകൾ അടിച്ചോടിക്കുകയാണ് ചെയ്തത്. ഇപ്പൊ തന്നെ ആ എലിഫന്ററി സ്പൈസിയിലൊക്കെ ഈ ഭക്ഷ്യവിഷബാധ ഉണ്ടായതും ഇവരുടെ ചിക്കൻ ഇവർ സപ്ലൈ ചെയ്യുന്നതാണ് ഈ നാട് മൊത്തം എല്ലാവർക്കും അറിയാം. ഇപ്പൊ ഈ കണ്ണമ്പയിൽ ഒരെണ്ണം കൊണ്ടുവന്നു, അവിടെ നിന്നും ആളുകൾ അടിച്ചോടിച്ചു, സ്റ്റേ മേടിച്ച് അവർ അടിച്ചോടിക്കുകയാണ് ചെയ്തത്. അപ്പൊ അത്തരത്തിലുള്ള ഈ ഒരു സമീപനം ഇവിടെ വെച്ച് പുറപ്പിക്കാൻ ഞങ്ങൾ തയ്യാറല്ല. ഇത് മുനിസിപ്പാലിറ്റിയിലെ നിയമങ്ങൾ അവരനുസരിക്കാൻ തയ്യാറായില്ലെങ്കിൽ തീർച്ചയായും ഇതൊരു ജനകീയ പ്രക്ഷോഭമായി മാറും. ഒരു കാരണവശാലും ഈ സോണി ചിക്കൻ എന്ന സ്ഥാപനം എന്റെ വാർഡ് 17-ാം വാർഡ് പുത്തൻചന്തയിൽ ഇത് നടത്താൻ ഞാൻ അനുവദിക്കും. തൊട്ടു താഴെ സ്കൂളാണ്. ഇത് ഇപ്പൊ ഇന്നാണ് രാവിലെയാണ് ഇത് സ്റ്റാർട്ട് ചെയ്തത്. പണികളൊക്കെ ദ്രുതഗതിയിലാണ്. കാരണം 2 മണിക്ക് 1 മണിക്ക് ഇവിടെയുള്ള ആൾക്കാർ കിടന്നുറങ്ങാൻ സമ്മതിക്കുന്നില്ലെന്ന് പറഞ്ഞ് എന്നെ വിളിക്കാറുണ്ട്. തൊട്ട് താഴെ BPS സ്കൂളിന്റെ കിൻഡർ ഗാർഡൻ ആണ് ഇരിക്കുന്നത്. ഈ വേസ്റ്റ് വെള്ളം ഇപ്പൊ ഇതിന്
ഇതിനകത്ത് വേസ്റ്റ് ഒന്നും പോകാനുള്ള സൗകര്യങ്ങളോ ഒന്നുമേ ഇല്ല. ഇപ്പൊ കുറെ കോഴികളെ കൊണ്ടുവന്നാ ഇതിനകത്ത് അടച്ചിട്ടിട്ടുണ്ട്. അതിനകത്ത് ഒരു കൊച്ചു സെപ്റ്റിക് ടാങ്കാണ്. ഇതിനകത്ത് ഈ കോഴികൾ ഇപ്പൊ കിടന്ന് ചാവും, അടച്ചിട്ടിട്ടാണ് പോയിരിക്കുന്നത്. അപ്പൊ അത്തരത്തിലുള്ള എന്റെ വാർഡിൽ ഇതൊരു വലിയൊരു പൊല്യൂഷൻ തന്നെ സൃഷ്ടിക്കും. അത് നടത്താൻ ഞാൻ അനുവദിക്കില്ല. ഇത് മര്യാദയായിട്ട് നിയമപരമായ രീതിയിൽ അവരിതിനെ ഒഴിവാക്കിയില്ലെങ്കിൽ ഇത് ജനകീയ പ്രക്ഷോഭം തന്നെയാണ്. എന്റെ വാർഡിലുള്ളവർ ഇതിനെ മാറ്റിയേ തീരൂ എന്ന് പറഞ്ഞിരിക്കുകയാണ്. അവരോടൊപ്പം ഞാനും ഉണ്ട്. ഞാൻ ഇവിടുത്തെ ഒരു പൊതുപ്രവർത്തകനാണ്. അപ്പം ഞാൻ ഇവിടെ സ്ഥലത്തില്ലായിരുന്നു, കൊല്ലത്തായിരുന്നു. ഇപ്പം അങ്ങോട്ട് വന്നതേ ഉള്ളൂ. വിവരം വിളിച്ച് പറഞ്ഞറിഞ്ഞു. അപ്പം ഞാൻ വേണ്ട അധികാരികളെ അറിയിച്ചു. അപ്പം അവരവിടെ ഹെൽത്തിൽ നിന്നും ഒക്കെ ആൾ വന്നപ്പോഴേക്കും ഇവിടെ നാട്ടുകാർ ഇവിടെ തടഞ്ഞിട്ട് നടത്താൻ പറ്റില്ലെന്ന് പറഞ്ഞ് ഇവരിവിടെ ഗുണ്ടായുസം കാണിച്ച് നിൽക്കുന്നൊക്കെയാണ് അറിഞ്ഞത്. അപ്പം കൈ വെട്ടും കാല് വെട്ടും എന്നൊക്കെ പറഞ്ഞിട്ട് അവർ പ്രശ്നം ഉണ്ടാക്കിക്കൊണ്ട് നിന്നു ഇവിടെ. അങ്ങനെ ഹെൽത്ത് വന്നപ്പോഴേക്കും ഇവർ അതിന് മുമ്പേ എന്തോ അറിഞ്ഞിട്ടെന്തോ കൂട്ടിക്കൊണ്ട് പോയി കഴിഞ്ഞു. ഇവിടെ അതിന് നടത്താനുള്ള മാനദണ്ഡങ്ങളൊന്നുമില്ല. അതിനകത്ത് ചെറിയ സ്പേസേ ഉള്ളൂ. വേറെ ഡ്രെയിനേജോ കാര്യങ്ങളോ വേസ്റ്റ് ഡിസ്പോസ് ചെയ്യാനുള്ള കാര്യങ്ങളോ ഒന്നുമില്ല. അവർ തോന്നിയ കണക്ക് ഇപ്പം നാട്ടുകാർ അവർ ഈ പണികൾ നടന്നുകൊണ്ടിരിക്കുമ്പോൾ നാട്ടുകാർ ചോദിച്ചപ്പോൾ പറഞ്ഞത് ഇത് ആദ്യം വേറെ ഒന്ന് പറഞ്ഞു, കോഴിക്കട അല്ല വേറെ എന്തോ കോഴി തീറ്റ വയ്ക്കാനോ അങ്ങനെ എന്തോ ആണെന്ന് പറഞ്ഞു. പിന്നെ അത് മാറ്റി പറയുന്നുണ്ട്. അവസാനം ഇന്നിപ്പം കട ഉദ്ഘാടനം ആയപ്പോഴാണ് പൊതുവെ അറിയുന്ന ഇന്ന കണക്കാണ് കാര്യങ്ങൾ ചെയ്യുന്നതെന്നുള്ളത്. അപ്പം ഞാൻ ഇവിടെ വന്നപ്പോൾ കാണുന്നത് ഇപ്പോൾ ഇവർ അടച്ചിട്ട് പോയ ഒരു ഇതാണ് കാണുന്നത്. അപ്പോൾ അതിനകത്ത് ഏതാണ്ട് 10-30 കോഴികൾ വരുമെന്ന് തോന്നുന്നു. അത് ഇവിടെ കിടന്ന് ചത്തുപോയുള്ളൂ. ഇവർക്ക് ചെയ്യാനുള്ള യാതൊരു വിധത്തിലുള്ള മാനദണ്ഡങ്ങളും ഇതിനകത്തില്ല ചെയ്യാൻ. നാട്ടുകാർ എന്തായാലും അത് പിന്നെ ഫ്രണ്ടിലൊരു വീടുണ്ട്, അടുത്ത് പിന്നെ ഒരു സ്കൂളുണ്ട്. പിന്നെ എനിക്ക് തോന്നുന്നു ഇപ്പം നാട്ടുകാർ അറിഞ്ഞു വെച്ച് നോക്കിക്കഴിഞ്ഞാൽ ഇവർ സ്പൈസിയിലും ഈ ഇവിടെ വർക്കലയുള്ള പ്രമുഖ ഷോപ്പുകളിലൊക്കെ ഇവർ ചിക്കൻ സപ്ലൈ ചെയ്യുന്നതായിട്ട് അറിവുണ്ട്. അപ്പോൾ ഇവരുടെ ആ ഒരു പ്രവൃത്തി നാടിനും നാട്ടുകാർക്കും ഒക്കെ ദോഷം വരുന്ന ആ ഒരു രീതിയാണ്. അപ്പോൾ അത് ഒരു കാരണവശാലും വെച്ച് ഉറപ്പിക്കാൻ പറ്റില്ല. നാട്ടുകാർ ഇതിനകത്ത് വളരെ ഇതായിട്ടാണ് നിൽക്കുന്നത്. ആ രീതിയിലുള്ള പ്രശ്നങ്ങൾ മുന്നോട്ട് കൊണ്ടുപോകും. ഇവർ വീണ്ടും അനധികൃതമായിട്ട് ചെയ്യാൻ തുനിഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ നാട്ടുകാർ വരും. ഇതാണ് എനിക്ക് പറയാനുള്ളത്. കൂടുതലുള്ള വിവരങ്ങൾ ഇവിടെ ഉള്ളവർക്ക് അറിയാം. ഞാനിപ്പം വന്നതേ ഉള്ളൂ. നിയമവിരുദ്ധമായിട്ടാണ് ഇവരിത് തുടങ്ങുന്നത്. അതായത് സോണി ചിക്കൻ എന്ന് പറയുന്ന ഒരു ബാച്ചാണിത്. ഇവര് ഗുണ്ടായുസമാണ് കാണിക്കുന്നത്. ഞാൻ ഈ വാർഡിലുള്ളതാണ്. ഞാൻ ഈ വാർഡിലെ മുൻ ബ്രാഞ്ച് സെക്രട്ടറി കൂടിയാണ്. അപ്പൊ ഇവിടുത്തെ നിരന്തരം പരാതി ഉണ്ടായിരുന്നു, ഇങ്ങനെ ഒരു സംഭവം ഉണ്ടെന്ന് ഉള്ള ഒരു പരാതി ഉണ്ടായിരുന്നു. ഇതിപ്പോ ഈ റോഡില് സൈഡിലാണ് ഇവർ ഈ കുഴി എടുത്തേക്കുന്നത്. നോക്കുമ്പോൾ അറിയാം, അതിൽ ഇത്രയും മറച്ചിട്ടിട്ട് ആൾക്കാരെ കാണിക്കാതെ ഈ കുഴി എടുത്തിട്ടേക്കാണ്. അപ്പൊ മുനിസിപ്പാലിറ്റിയിൽ നിന്ന് ചെയർമാനും എല്ലാവരും അതിന് സാങ്ഷൻ കൊടുത്തിട്ടില്ല. ചെയർമാൻ ഇപ്പോഴും പറയുന്നുണ്ട് അത് പറ്റൂല, നടത്തില്ല, പൂട്ടിക്കുമെന്ന് പറഞ്ഞിട്ടുണ്ട്. അപ്പോഴ് നിയമവിരുദ്ധമായിട്ടാണ് അവർ ചെയ്യുന്നത്. നമ്മളിപ്പോ സംഘടിച്ച് ചെന്നപ്പോൾ ഇങ്ങനെ ചോദിച്ചപ്പോൾ അവർ പറയുന്നു നിങ്ങൾക്ക് എന്താ ചെയ്യാൻ പറ്റുന്നത്. നമ്മൾ പറഞ്ഞു ഇവിടെ നടത്താൻ സമ്മതിക്കില്ല. അപ്പൊ ഇവർ പറഞ്ഞത് നിന്റെ കാല് വെട്ടുമെന്നാണ് അവർ പറയുന്നത്. കാല് വെട്ടും. പിന്നെ കൗൺസിലർ വെട്ടു. ഈ വാർഡിലെ കൗൺസിലർ വൈസ് ചെയർപേഴ്സൺ കൂടെയാണ്, മുനിസിപ്പൽ വൈസ് ചെയർപേഴ്സൺ കൂടിയാണ്. അവരെ മോശമായിട്ടുള്ള രീതിയിൽ അവർ സംസാരിച്ചിരിക്കുന്നത്. അതായത് ഈ ബിൽഡിങ്ങിന്റെ ഓണർ ആയിരുന്നാലും ആരായിരുന്നാലും ഈ കോഴിക്കട നടത്തുന്നവരായിരുന്നാലും തന്നെയും അവരെ അശ്ലീല ചിത്രം പ്രദർശിപ്പിക്കും എന്നുള്ള ഒരു വാക്കൊക്കെയാണ് ഇവർ പറഞ്ഞിരിക്കുന്നത്. അവരെയും കാല് വെട്ടിക്കളയും. ആ ഗുണ്ടായുസമാണ് അവർ കാണിക്കുന്നത്. ഇവിടെ എന്തൊക്കെ തന്നെ ആയിരുന്നാലും ഈ വാർഡിലുള്ള ആൾക്കാരെ നിന്ന് ഇത് തുറക്കാൻ സമ്മതിക്കില്ല. ഇപ്പൊ ഹെൽത്ത് നിന്ന് ആൾ വന്നപ്പോൾ അവരെ പൂട്ടിക്കൊണ്ട് പോയി. പിന്നെ ഇത് ചിക്കൻ വാങ്ങിയ അവർ ബോർഡ് വെച്ച് എല്ലായിടത്തും 130 രൂപ നിലവിൽ ഒരേ വിലയാണ്. ഒരു ദിവസം ഒരു വിലയാണ് ചിക്കൻ. അപ്പൊ ഇവിടെ വന്നപ്പോൾ ഇവര് നേരെ 120 രൂപയുടെയും താഴെ ബോർഡ് വെച്ചിട്ട് ഇവർ വരുന്ന ആൾക്കാരെ നമ്മൾ തടഞ്ഞപ്പോൾ അവരെ മാറ്റി നിർത്തിയിട്ട് ഇവർ അകത്ത് വന്ന് ഷർട്ട് ഇട്ടിട്ട് ഇത് വെട്ടി കൊണ്ട് സപ്ലൈ ചെയ്യാണ്. ഈ ഒരുവിധമുള്ള ഹോട്ടലുകളിൽ, ഈ മൈതാനത്തുള്ള ഒരുവിധം വലിയ ഹോട്ടലുകളിലെല്ലാം ഇവർ ചിക്കൻ സപ്ലൈ ചെയ്യുന്നുണ്ട്. അപ്പൊ ഇതിപ്പോ നോക്കിക്കഴിഞ്ഞാൽ കണ്ടില്ലേ, ഒരുപാട് കോഴിയുണ്ട്. മുകളിൽ താഴെയാണ് ആ ഷീറ്റ് ഇട്ടേക്കുന്നത്. ആ ഇരുമ്പ് ഷീറ്റ് പഴുത്തിട്ട് ആ പ്രാണികള് അതിപ്പോ ചാവും. ഈ ചൂടില് അതെല്ലാം ചാകാൻ സാധ്യതയുണ്ട്. അതങ്ങനെയൊന്നും നിയമപരമായിട്ട് അത് ചെയ്തുകൂടാ. അപ്പൊ ഇതിപ്പോ എന്താണെന്ന് വെച്ചാൽ ഈ എന്തൊക്കെ തന്നെ ആയിരുന്നാൽ തന്നെയും ഈ വാർഡിലുള്ള 17-ാം വാർഡിലെ ആൾക്കാർ ഇത് നടത്താൻ സമ്മതിക്കില്ല. അത്രേ പറയാനുള്ളൂ. ന്യൂസ് ഡെസ്ക് വർക്കല മീഡിയ.